ഇത് വനജാക്ഷിയമ്മ. ഈ അമ്മയുടെ ഭർത്താവും മരിച്ചു, മകനും മരിച്ചു. തനിച്ചുള്ള ജീവിതമാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ യൂസഫ് അലി സാറിനെ ഒന്ന് കാണണം, ജീവിതത്തിന്റെ കഷ്ടപ്പാട് അദ്ദേഹത്തിനോടൊന്ന് ഷെയർ ചെയ്യണം. അദ്ദേഹം വന്ന് എന്തെങ്കിലും ഒരു സഹായം കൊടുത്താൽ വലിയ ഉപകാരമാകും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി കാണുന്നവരെല്ലാവരും തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. യൂസഫ് അലി സാറിനെ പറ്റി ഒരു കവിത എഴുതി അദ്ദേഹത്തെ കൂടെ ഒന്ന് അറിയിക്കണം. യൂസഫ് അലി സാറിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കുറിച്ചൊരു കവിതയുമായിട്ടാണ് നമ്മുടെ വനജാക്ഷിയമ്മ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ട് എനിക്ക് അദ്ദേഹത്തെ നേരിൽ കാണാനൊരു കഴിവില്ല എങ്കിൽ തന്നെ എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ ഒരു മനസാക്ഷി ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശരി ഞാൻ പാടാം. കര കാണ കടലിൽ പെട്ടലയുന്ന മനുഷ്യരെ കരം കൊടുത്തെടുക്കുന്ന ജനവന്യനെ. കര കാണ കടലിൽ പെട്ടലയുന്ന മനുഷ്യരെ കരം കൊടുത്തെടുക്കുന്ന ജനവന്യനെ. സാധുക്കളാകുന്ന ലോകരെ ഒക്കെയും കാണാൻ മനസ്സുള്ള കൃപശാലിയെ. സാധുക്കളാകുന്ന ലോകരെ ഒക്കെയും കാണാൻ മനസ്സുള്ള കൃപശാലിയെ. ജാതി സാധുക്കളെ സഹായിക്കാൻ മനസ്സുള്ള കൃപാശാലിയായ ശ്രീ യൂസഫ് അലി സാർ കാണുന്നത് വരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ജാതി മതമില്ല, മതവിദ്വേഷമില്ല, ഏകത്വം എന്നൊരു ചിന്ത മാത്രം. ആപത്തിൽ പെട്ടിട്ടും ആപത്തു കൂടാതെ ഉയർത്തെഴുന്നേറ്റൊരു സത്യസന്ധൻ. ആപത്തിൽ പെട്ടിട്ടും ആപത്തു കൂടാതെ ഉയർത്തെഴുന്നേറ്റൊരു സത്യസന്ധൻ. വലിയൊരു ആപത്തിൽപ്പെട്ടു എന്നിട്ടും ആപത്ത് കൂടാതെ ഉയർന്നു വന്ന ഒരാളാണ് ശ്രീ യൂസഫ്. മനസ്സിന്റെ നിറകൂടം നിറഞ്ഞവനെ, നന്മയെ മാത്രം മനസ്സിൽ കരുതുന്നു. മനസ്സിന്റെ നിറകൂടം നിറഞ്ഞവനെ, ദൈവത്തിൻ തുല്യമായി വാഴും ഒരുടയോനെ. ദൈവത്തിൻ തുല്യമായി വാഴും ഈ അമ്മയുടെ ഈ പാട്ട് അത് വൈറലാവട്ടെ. ശ്രീ യൂസഫ് അലി സാർ ഇവരെ കാണുകയും അവർക്ക് വേണ്ട സഹായം നൽകുവാൻ ഇടയാകട്ടെ ഈ വീഡിയോ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് വനജാക്ഷി അമ്മയുടെ ഈ ഒരു പാട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. നമസ്കാരം പ്രിയരെ. വനജാക്ഷി അമ്മയെ ഒന്ന് സഹായിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും കൂടി. ജനവന്യനെ സാധുക്കളാകുന്ന ലോകരെ ഒക്കെയും കാണാൻ കഴിവുള്ള കൃപശാലിയെ. താങ്ക് യു.